പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് എല്ലാ കളവ് പറയുന്നതിൻ്റെയും ഭാഗമായിട്ട് ഈ ജാഥയിൽ ഇപ്പോൾ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ്. ഞാൻ ഞങ്ങൾ ഈ ജാഥയിൽ വി.ഡി. സതീശനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അതാണ്, നുണ പറയുക, വേറെ ഒന്നും പറയാനില്ല. ഈ കേരളത്തിൻ്റെ വികസനത്തെപ്പറ്റി മുണ്ടിയാൽ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനെ പറ്റി പറയേണ്ടി വരും. അതുകൊണ്ട് അത് മിണ്ടുന്നില്ല. ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന നിലയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷവും UDF പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്, ശമ്പളം മുടങ്ങുമെന്നാണ്. പക്ഷേ ഇതേവരെ ശമ്പളം മുടങ്ങിയിട്ടില്ല. 10 കൊല്ലമായി പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും യാതൊരു മടിയുമില്ലാതെ ആകെ പൊളിഞ്ഞിരിക്കുന്നു, തകർന്നിരിക്കുന്നു, ട്രഷറി പൂട്ടാൻ പോവുകയാണെന്നാണ്, പൂട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വികസനം മുടങ്ങും എന്നുള്ള വലിയ പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ കിഫ്ബിയിലൂടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ലോകത്തിന് മാതൃകയാവുന്ന രീതിയിലുള്ള ഭാവനാപൂർവമായ ഒരു നിലപാട് കേരളം കൈകാര്യം ചെയ്തപ്പോൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്കാളും പശ്ചാത്തല സൗകര്യ വികസനം കേരളത്തിൽ നടന്നു. 1,10,000 കോടി രൂപയാണ് അതിനുവേണ്ടി അതിൻ്റെ ഭാഗമായിട്ട് മാത്രം നിക്ഷേപിക്കാൻ കഴിഞ്ഞു ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിന് പുറമെ. ഇത് യഥാർത്ഥത്തിൽ കേരളത്തെ ലോകോത്തരമായി പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതിന് വിശദീകരണം നടത്തേണ്ടിയില്ല. നാഷണൽ ഹൈവേ 66 വേണ്ടി ഉപയോഗിച്ചത് 5,658 കോടി രൂപ ഈ കിഫ്ബിയുടെ ഫണ്ടാണ്. അങ്ങനെയുള്ള എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചത്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർക്കും എന്ന നിലപാടാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 6 ലക്ഷം കോടി കടമുണ്ട് എന്നിപ്പോൾ പറയുകയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് റിപ്പോർട്ട് നിരവധി സാമ്പത്തിക സംവിധാനങ്ങളുണ്ടല്ലോ കേരളത്തിന്. അതിലൊന്നാണ് റിസർവ് ബാങ്ക്, മറ്റൊന്നാണ് ഇതെല്ലാം പരിശോധിക്കുന്ന CAG, നീതി ആയോഗ്. ഇത് മൂന്നും കേരളത്തിൻ്റെ സാമ്പത്തിക മാനേജ്മെൻറ്റിനെ അംഗീകരിച്ചിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറിറ്റാണ്. കേരളം അപകടാവസ്ഥയിലല്ല, CAG അതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 10 വർഷത്തെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചാണ് ഈ നിഗമനത്തിൽ അവരെത്തിയത്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ കടമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇല്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം മുടിഞ്ഞു, ഇനി കേരളത്തിന് യാതൊരു ഭാവിയില്ല, ഞങ്ങൾ വേണം ഭാവി ഉണ്ടാക്കാൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം ഇന്ന് യഥാർത്ഥത്തിൽ 17ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ. അപ്പോൾ കേരളമാണ് എല്ലാ അർത്ഥത്തിലും കടക്കണിയിൽ മൂടിക്കിടക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള പ്രചരണം തെറ്റാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ എല്ലാ കണക്കുകളും. ഓരോ 5 വർഷം കൂടുമ്പോഴും കേരളത്തിൻ്റെ കടം നേരെ ഇരട്ടി ആവുമായിരുന്നു. പക്ഷേ 2010-2011 ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് 78,673 കോടി ഉണ്ടായിരുന്ന കടം. അത് 2025-26 6 ലക്ഷം കോടി ആകേണ്ടതാണ് അവരുടെ കണക്കനുസരിച്ച്. എന്നാൽ ഇത് 4.65 ലക്ഷം കോടിയെ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ കോവിഡിലും അതുപോലെ തന്നെ മറ്റ് GDPയുടെ 39% നിന്ന് 33.4% കുറക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതലല്ല ചെയ്തിട്ടുള്ളത്, കുറയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങളുടെ മൂല്യ കാരണം കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക ഉപരോധമാണ് എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് മിണ്ടുന്നില്ല. ഇന്നലെ നെല്ല് സംഭരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ KC വേണുഗോപാലൻ മറന്നുപോയ ഒരു കാര്യം, 1,344 കോടി രൂപ നമുക്ക് തരാനുണ്ട് എന്ന കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാൻ പോലും വേണുഗോപാലൻ തയ്യാറായിട്ടില്ല. അതുപോലെ പ്രതിപക്ഷ നേതാവും സാമ്പത്തികമായി ഈ പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരാൻ ബാക്കിയുള്ള പണം തരുന്നില്ല. ഏതാണ്ട് 2.5 ലക്ഷം കോടി രൂപയാണ് നമുക്ക് അവകാശപ്പെട്ട് തരാതിരിക്കുന്നത്, ആളോരി തരേണ്ടുന്ന കണക്ക് വെച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു വാക്കുപോലും പറയാൻ തയ്യാറില്ല എന്നുള്ളതാണ് സതീശൻ്റെയും നിലപാട്.